ഹായ് ഗൈസ്, വെൽക്കം ടു ഫുഡ് ഓവർ പോഡ്കാസ്റ്റ്. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് കോഴിക്കോടുകാർക്ക് പോളണ്ട് ഫുഡ് സമ്മാനിച്ച ടീം പൊൾസ്കി. പേര് താങ്ക് യു. നമ്മുടെ നാട്ടിലൊക്കെ അറബിക്, ചൈനീസ് ഇതിന്റെ പിന്നിലാണ് ഓടുക. അവർക്ക് അത് മതി. ഫ്യൂഷനിൽ കിടന്ന് കളിക്കുകയാണ്. ഫ്യൂഷൻ. അപ്പൊ ഈ കാലത്ത് പോളണ്ട് ഫുഡിന്റെ കയ്യിൽ എത്തിപ്പെട്ടു എന്ന് പറഞ്ഞേ. പോളണ്ടിൽ ആക്ച്വലി എത്തിപ്പെടാൻ കാരണം എന്താ വെച്ചാൽ പോളണ്ടിൽ നമ്മൾ അവിടെ പഠിക്കാൻ വേണ്ടി പോയതാണ്. പഠിക്കാൻ പോയ സമയത്ത് ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പോളണ്ടിൽ എത്തിയിട്ട് ഫസ്റ്റ് ടൈം കഴിച്ച ഫുഡാണ് ഈ കബാബ്. അതായത് നമ്മളെ ഏജൻറ്റ് എയർപോർട്ടിൽ നിന്ന് നമ്മളെ പിക്ക് ചെയ്തിട്ട് നമ്മളെ റൂമിലോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് ഞാനും എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞങ്ങൾക്ക് വാങ്ങിച്ചു തന്നാണ് ഈ കബാബ്. അത് കഴിച്ച സമയത്ത് തന്നെ നമുക്കൊരു വൗ ഫീലാണ് കിട്ടിയത്. നമ്മൾ പെട്ടെന്ന് നമ്മൾ നാട്ടിൽ നിന്ന് നമ്മൾ പോകുമ്പോൾ നമുക്ക് കിട്ടാത്തൊരു ഫുഡ് ഒരു നല്ലൊരു ടേസ്റ്റിൽ സാധനം കിട്ടുമ്പോൾ നമുക്ക് ആ ഒരു ഫീൽ കിട്ടുമല്ലോ. ആ അതെ 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 ഇല്ല 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 കുറെ. അതാണ് നമുക്ക് ഈ ഒരു സംഭവം എന്ന് വെച്ചാൽ ആ ഒരു ഇഷ്ടം ഉണ്ടല്ലോ. ചില ഫുഡ് നമ്മളെന്താ പറയുക, നമ്മൾ ഓവർ പ്രെഡിക്റ്റ് ചെയ്യും. അത് അങ്ങനെ ആയി പോവുമല്ലോ, ഇങ്ങനെ ആയി പോകുന്നില്ല. അതെ 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 നമ്മൾ എരിപുലില്ല ഇങ്ങനെ കഴിക്കുന്നില്ലേ. പക്ഷെ നമ്മൾ ആ സാധനം കഴിക്കുമ്പോൾ നമ്മൾ അറിയാതെ ഇഷ്ടപ്പെട്ടു വേണം. പക്ഷെ ഒന്നാമത് നമ്മൾ ആ ഒരു ന്യൂ കൺട്രിയാണ്, നമുക്കൊന്നും പരിചയമല്ല, ഒന്നും അറിയില്ല. പക്ഷെ നമുക്ക് ഇങ്ങനെ ഒരു സാധനം വാങ്ങി തരുമ്പോൾ നമ്മൾ കഴിക്കുമ്പോൾ ആ ഒരു ഇഷ്ടമാണ്. ആ പെട്ടെന്ന് കഴിക്കുമ്പോൾ നമ്മളൊരു അതുണ്ടല്ലോ, ലവ് അറ്റ് ഫസ്റ്റ് ബൈറ്റ് എന്നൊക്കെ പറയുന്ന പോലെ ആ ഒരു ഫീലാണ് കിട്ടിയത് നമ്മളിത് കഴിക്കുമ്പോൾ തന്നെ. പിന്നെ ഈ ഒരു സാധനം നമ്മൾ സ്ഥിരമായിട്ട് കഴിക്കാറായി. ഒന്നാമത് ഇത് അവിടെ നല്ല ചീപ്പാണ്. ഞാനവിടെ പഠിക്കുന്ന സമയത്ത് തന്നെ ഒരു 10 സ്ലോട്ടി, അവിടുത്തെ പോളണ്ടിൽ 10 സ്ലോട്ടിക്ക് ഇത് കിട്ടും. അത് സ്റ്റുഡൻസിനൊക്കെ അത് ഭയങ്കര ഒരു ഹെൽപ്ഫുള്ളാണ്. അതെ അതെ, അവിടുത്തെ ഒരു കോമൺ സ്ട്രീറ്റ് ഫുഡാണ്. അവിടെ നല്ല ഒരു യൂറോപ്യൻ കൺട്രീസിലും ഒരുവിധം കൺട്രീസിലൊക്കെ ഇതൊരു കോമൺ സ്ട്രീറ്റ് ഫുഡായിട്ട് കാണുന്നതാണ് കബാബ്സ് എന്ന് പറയുന്നത്. പേര് പറഞ്ഞോട് പറയട്ടോ, നിങ്ങളെ പേര് നീതി പോലത്തെ ഞങ്ങളെ പറ്റിക്കപ്പെട്ടിട്ടുണ്ട്. മലായ് കബാബും ടിക്കിയൊക്കെ വെച്ച കബാബ് കിട്ടുന്ന പ്രതീക്ഷയിൽ ഞാനൊക്കെ വരാം. തോന്നുന്നു ഒരുപാട് പറഞ്ഞിട്ടുണ്ട് ഇവിടെ കബാബ് ഒന്നും ഷവർമ ഉള്ളൂ. ആൾക്കാരെ പറ്റിക്കുന്നുണ്ട്. അത് ശരിക്കും നമ്മള് ആൾക്കാരെ പറ്റിക്കല്ലേ ചെയ്യുന്നത്. ശരിക്കും കറക്റ്റ് ആ ഒരു ഒതന്റിസിറ്റി നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരാ ചെയ്യുന്നത്. അവിടെ ആക്ച്വലി കബാബ്സ് തന്നെയാണ് എല്ലാ ഇങ്ങനത്തെ ഷോപ്പുകൾക്കൊക്കെ പറയാം. അത് കിങ് കബാബ്, അമൃത് കബാബ്, അലിബാബ കബാബ്, ദുബായ് കബാബ്, അങ്ങനെ ഒരുപാട് കബാബ് ഷോപ്പ് ഉണ്ട്. അതെ, ഈ ഒരു ഷവർമന്റെ മീറ്റ് വെച്ചിട്ടാണ് ഈ സാധനം എല്ലാം യൂസ് ചെയ്യണത്. ഈ ഒരു അതിനോട് ഡോണർ കബാബ് ജർമ്മനിയിലും ഇവിടെയൊക്കെ പറയും, ടർക്കിയിലൊക്കെ. അതെ അതെ അതെ, ആ ഒരു റോഡിസറിയിൽ നിന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുന്നതാണ് ഈ മീറ്റ് ഒക്കെ. അതെ അതെ അതെ, അതൊന്നുകൂടി ക്ലിയർ ആവാൻ വേണ്ടി പറയുകയാണെങ്കിൽ ഡോണർ കബാബ്സ് എന്ന് പറഞ്ഞാൽ ഒന്നുകൂടിയും ആളുകൾക്ക് ഒന്നുകൂടി ക്ലിയർ ആവും. നമ്മൾ ഈ പറഞ്ഞൊരു കൺഫ്യൂഷൻ ഇതേപോലെ ഒരുപാട് ആളുകൾക്ക് നമ്മൾ കസ്റ്റമേഴ്സിന് വന്നിട്ടുണ്ട്. ചില ആളുകൾ നമുക്ക് റിവ്യൂ പോലും ഇട്ടിട്ടുണ്ട് നമ്മളിതില്. ഇത് അവർ പറ്റിക്കാണ്, അവിടെ കബാബ്സ് കൊടുക്കുന്നില്ല, ഇവിടെ ഷവർമയാണ് കൊടുക്കണെന്ന് പറഞ്ഞാണ്ട് അങ്ങനെ ഇതൊക്കെ റിവ്യൂസ് നമുക്ക് വരാറുണ്ട്. അപ്പൊ നമ്മൾ ആ റിവ്യൂവിൽ നേരെ തിരിച്ച് റിപ്ലൈ കൊടുക്കണം. എന്താ വെച്ചാൽ നമ്മൾ ശരിക്കും കബാബ് ഡോണർ കബാബ്സ് ആണ് സെർവ് ചെയ്യണത്. അത് നമ്മൾ പോളണ്ടിൽ എങ്ങനെയാണോ സെർവ് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് ഇവിടെ സെർവ് ചെയ്യുന്നത്. അതെ 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 അതെ, അത് നമ്മളോട് കുറെ പേര് ചോദിക്കുന്നുണ്ട്. ഇത് നിങ്ങൾ ഇവിടെ നാട്ടിൽ കൊടുക്കുമ്പോൾ ഒരുപാട് ഫ്യൂഷൻ കാര്യങ്ങൾ മിക്സ് ചെയ്തിട്ട് ഇന്ത്യൻ ടേസ്റ്റിന് അഡാപ്റ്റ് ചെയ്യുന്ന രൂപത്തിലാണ് ചെയ്തത്. അത് ചെറിയ തരത്തിലുള്ള നമ്മൾ ചെയ്തിട്ട് നമ്മൾ കംപ്ലീറ്റ്ലി അതൊന്നും പറയില്ല. കാരണം നമുക്ക് ഇവിടെ നമ്മളെ നാട്ടുകാർക്ക് ഒന്നുകൂടി ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട്. പക്ഷെ എന്നാലും നമുക്ക് ആ ഒരു സാധനം അവിടുന്ന് ഇപ്പം നമ്മളെ ഫ്രണ്ട്സ് ആയാലും അവിടുന്ന് വന്ന് കഴിക്കണമല്ലൊക്കെ പറയല് അവിടുത്തെ ഓൾമോസ്റ്റ് ഒരു 90% ടേസ്റ്റ് അവിടുത്തെ ടേസ്റ്റ് തന്നെ കിട്ടുന്നത്. ഇങ്ങനൊരു സാധനം ഇവിടേക്ക് പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ കസ്റ്റമേഴ്സിന്റെ ഒരു റെസ്പോൺസ് എന്തായിരുന്നു? അത് ശരിക്കും നമ്മളൊരു എക്സ്പെരിമെന്റ് ആയിരുന്നു. പക്ഷെ ആക്ച്വലി എന്താ വെച്ചാൽ നമുക്കിതൊരു വിശ്വാസമുണ്ട്. അതായത് നമുക്ക് ഈ സാധനം ഇഷ്ടപ്പെട്ടല്ലോ, നമുക്ക് ഒരു ഐഡിയ ഇല്ലാതെ ഈ സാധനം ഇഷ്ടമാവുക ചെയ്തത് കഴിച്ചപ്പോൾ ഫസ്റ്റിൽ കഴിച്ചപ്പോൾ. അപ്പോൾ ആ ഒരു ഇഷ്ടം നമ്മളെ നാട്ടുകാർക്കും കോമൺ ആയിട്ട് ഉണ്ടാവുന്നില്ലൊരു കൺസെപ്റ്റിലാണ് നമ്മളിത് ചെയ്യുന്നത്. നമ്മളിത് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഇത് വമ്പൊരു ബ്രാൻഡാക്കി തുടങ്ങണോ അല്ലെങ്കിൽ വമ്പൊരു സെറ്റപ്പാക്കി ചെയ്യണമെന്നില്ല ചിന്ത ഒന്നും ഫസ്റ്റ് ഉണ്ടായില്ല. നമ്മൾ ആ ഒരു സാധനം നമ്മൾ നാട്ടിൽ കിട്ടാത്തൊരു സാധനം ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക, ആളുകൾക്കായി എക്സ്പീരിയൻസ് ചെയ്യുക. അപ്പം നമ്മൾ ഇഷ്ടപ്പെട്ട പോലെ തന്നെ അവരിത് ഇഷ്ടപ്പെടുന്നില്ലൊരു തിങ്കിങ് ഉണ്ടായിരുന്നു. അത് 2000 ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് 2021 ജൂലൈ 7 ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. കാലഘട്ടത്തില് അന്നൊന്നും ഇത്ര ഫുഡ് ഹബ്സ് ആയിട്ടില്ല. ഇത്ര കോഴിക്കോട് ഇങ്ങനെ ഫുഡ് വളർന്നിട്ടൊന്നുമില്ല. ഫുഡ് ഉണ്ട്, പക്ഷെ ഈ കോലത്തിലൊന്നും വളർന്നിട്ടില്ല. പക്ഷെ അക്കാലത്ത് നിങ്ങൾ ഒരു ഗഡ്സ് കാണിച്ച്
നമ്മുടെ നാട്ടിൽ മസാല ഒന്നും ഇല്ലാത്തൊരു സാധനങ്ങൾ കൊണ്ടുവന്നു. അല്ല, അത് നമുക്ക് നമ്മള് കസ്റ്റമേഴ്സിനോട് കൂടി ഉള്ള നന്ദിയാണ്. കാരണം നമ്മളാ എടുത്ത ആ ഒരു സംഭവം ഉണ്ടല്ലോ, അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല തോന്നല്, ആ ഫീല് അവർക്ക് ഇഷ്ടമായതുകൊണ്ടാണ് നമ്മൾ ഇന്നും നിലനിൽക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സസ്റ്റെയിൻ ചെയ്യാൻ വേണ്ടി പറ്റൂല. എന്താണ് ഇപ്പൊ നിങ്ങളെ ഫുഡിന്റെ സ്പെഷ്യാലിറ്റി? ലോഡഡ് ഫ്രൈസ് പോലെ തന്നെ അല്ലേ ഇതുള്ളത്? ആക്ച്വലി ലോഡഡ് ഫ്രൈസ് പോലെ തന്നെ അല്ലേ ചോദിച്ചാൽ നമുക്ക് അതിന് ഉത്തരം യെസ് എന്നാണ്. കാരണം ലോഡഡ് ഫ്രൈസ് പോലെ തന്നെയാണ്. കാരണം ഇതിൽ നമ്മൾ ശരിക്കും ഓരോ ഡിഷും സെർവ് ചെയ്യുന്ന ഒരു കംപ്ലീറ്റ് മീലായിട്ടാണ് ഇത് കൊടുക്കുന്നത്. അത് ഓരോ ഡിഷിലും ചിക്കൻ വരും, പ്രൊപ്പോർഷനായിട്ട് സാലഡ്സ് വരും, അതിൽ ഫ്രൈസ് കാര്യങ്ങൾ എല്ലാം വരും. നമ്മളൊരു ഡിഷ് കൊടുക്കുമ്പോൾ നമുക്ക് ഒന്നും കൂടി ഒരു ഹെൽത്തി, നമ്മൾ ടേസ്റ്റിന് പുറമെ കുറച്ചും കൂടി ഹെൽത്തിനും കൂടി ഇമ്പോർട്ടൻസിൽ കൊടുത്തിട്ട് ഈ സാധനം ചെയ്യാന്നില്ലാണ്. അപ്പോൾ അങ്ങനെ കൊടുക്കുമ്പോൾ നമ്മളൊരു കംപ്ലീറ്റ് മീലായി കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. നമ്മൾ കാർബ്സും പ്രോട്ടീൻസും ഫൈബേഴ്സും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു മീലായിട്ടാണ് നമ്മൾ എല്ലാ ഡിഷും കൊടുക്കുന്നത്. പിന്നെ നമ്മളെ സോസസ് ആണെങ്കിലും എല്ലാം ഒരു ഹെൽത്തി ബേസ്ഡ് ആണ്. നമ്മളൊന്നും ഒരു ഇത് കഴിക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു നമ്മളൊരു ഓയിലി ഫീൽ നമുക്ക് നമ്മളെ ഫുഡിന് കിട്ടും. വൈറ്റ് സോസ് ഉണ്ട്, അതാണ് നമ്മൾ മെയിൻ ആയിട്ടുള്ള സോസ് വരുന്നത്. അതിൽ നമ്മൾ മെയിൻ ഒരു 80% ഇൻഗ്രീഡിയൻറ്റ് വരുന്നത് യോഗട്ടും ബാക്കി നമ്മളെ മിക്സേഴ്സും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വരുന്നത്. പക്ഷെ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഓയിലി ഫീൽ ഇല്ലാത്ത നമുക്കൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു സോസ് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ലാണ്. ഫുൾ മിക്സ്ഡ് ആണ്, പ്രോട്ടീൻ, കാർബ്, വെജീസ്. അതെ. ഒരു കംപ്ലീറ്റ് മീൽ പാക്കേജ് എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ മറ്റേ ഞാൻ കഴിച്ചപ്പോൾ റീസെൻ്റ് ആയിട്ട് ഇവിടുന്ന് കഴിച്ചപ്പോൾ ചിക്കൻ മീറ്റ് ഭയങ്കരമായിട്ടാണ്. സാധാരണ എല്ലാ കടയിലും കിട്ടുമ്പോൾ ഫ്രൈസ് നമ്മൾ ചിക്കൻ തപ്പി നോക്കേണ്ട അവസ്ഥയാണ്. അതിനകത്ത് ഫ്രൈസിനെക്കാളും കൂടുതൽ മീറ്റായിരുന്നു നമ്മൾ കിട്ടിയത്. അപ്പൊ വയറിനും വലിയ അസ്വസ്ഥത ഇല്ലാത്ത ടൈപ്പ് ഫുഡ്. അതിൽ മെയിൻ റീസൺ എന്താ വെച്ചാൽ ശരിക്കും ആക്ച്വലി ആളുകൾക്ക് അറിയാത്തൊരു സംഭവമുണ്ട്. ഈ ചിക്കൻ്റെ ഓൾമോസ്റ്റ് ആ ഒരു സിമിലർ കോസ്റ്റ് തന്നെ ഈ ഫ്രഞ്ച് ഫ്രൈസിനും വരും. പക്ഷെ നമ്മൾ ഈ ഒരു മീല് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്ര മീറ്റ്, ഒന്നുകൂടി പ്രോട്ടീൻസും കാര്യങ്ങളും കൂടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആക്ച്വലി ആളുകൾ ഫ്രഞ്ച് ഫ്രൈസ് അല്ലേ എന്ന് പറയുമ്പോൾ കുറേ ഫ്രൈസ് ഇട്ട് കൊടുക്കാന്നുള്ള കോൺസെപ്റ്റ്. പക്ഷേ ഫ്രൈസിനും അത്യാവശ്യം നല്ല കോസ്റ്റ് വരുന്നുണ്ട്. അത് നമ്മൾ ഫുഡ് കോസ്റ്റ് കാൽക്കുലേറ്റ് ഒരു റെസ്റ്റോറൻറ്റ് നടത്തുന്ന ഒരാളോട് ചോദിച്ചാൽ എത്രത്തോളം ഫ്രൈസിൻ്റെ കോസ്റ്റ് വരുമെന്ന് അറിയാൻ വേണ്ടി പറ്റും. നമ്മൾ കറക്റ്റ് ആ ഒരു മീൽ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് അങ്ങനെ ചെയ്തുകൊണ്ട് കൊടുക്കുന്നത്. മീറ്റിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ചോദിക്കുകയാണ്, ഫ്രോസൺ ചിക്കൻ ആണോ യൂസ് ചെയ്യുന്നത്? അല്ലല്ല, നമ്മൾ ശരിക്കും അന്നൊക്കെയുള്ള മീറ്റ് അന്ന് കളക്ട് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. നമ്മൾ മറ്റ് ഷവർമ ഷോപ്സിനെ പോലെ ബിഫോർ ഡേ മാരിനേറ്റ് ചെയ്തിട്ട് വെക്കുന്ന സിസ്റ്റം ഒന്നുമില്ല. നമ്മളൊരു ലൈറ്റ് മസാലയാണ് ചിക്കനിൽ വരുള്ളൂ. അതിലൊന്നും നമ്മൾ ഓവർ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടില്ല. മസാലാസിൽ നമ്മൾ അതല്ല കൂടുതൽ ചിക്കനിലൊക്കെ മസാല അരച്ച് കയറ്റിങ്ങാണ്ടുള്ളൊരു ഫ്യൂഷൻ കൊണ്ടാണ് നമ്മൾ ട്രൈ ചെയ്തിട്ടില്ല. ഒരു ലൈറ്റ് മസാല മാത്രമാണ് ചിക്കനിൽ നമ്മൾ മാരിനേറ്റ് ചെയ്യുന്നതും. പിന്നെ നമ്മൾ 80% ഇതിൻ്റെ ടേസ്റ്റ് കൊണ്ടുവരുന്നത് നമ്മളെ സോസസ് ആണ്. ആ സോസസിലാണ് നമ്മളെ കോൺഫിഡൻസ് ഉള്ളതും അതാണ് ആളുകൾക്ക് ഇഷ്ടമായിട്ടുള്ളത്. അതായത് എങ്ങനെ പറയാച്ചാല് ഈ നാടോടുമ്പോ നടുവേ ഓടണം എന്നാ പറയാം. പക്ഷെ ഇവര് നടുവല്ല ഓടിയത്, ഇവര് കാലത്തിന് മുമ്പേ ഓടിയിട്ട് ലോഡ് ഓഫ് റൈസ് എന്ന സാധനം നമ്മൾ എടുത്തില്ല. 2024-25 കയറും 23 കയറും മാക്സിമം അത് കണ്ടിട്ടുണ്ടാവാം. പക്ഷെ 21 ഇവരെ സാധനം ഇറക്കിയിട്ടുണ്ട്. പക്ഷെ ലോഡ് ഓഫ് റൈസ് അല്ലാന്ന് മാത്രം അതിന്റെ ബെറ്റർ വേർഷൻ. പക്ഷെ ഇപ്പോൾ ഉള്ള ലോഡ് ഓഫ് റൈസിനെ പറ്റി കൂടെ പറയാലോ എന്നോടെ പറയാം, വളരെ അൺഹെൽത്തി ആൻഡ് മാർക്കറ്റിലാണ് ചവറാക്കി മാറ്റി. അതുണ്ട്. അത് ആക്ച്വലി ലോഡർ ഫ്രൈസ് കുറച്ച് മുന്നേ ഉണ്ടെങ്കിൽ നമ്മളെ നാട്ടിൽ ഇത് പോപ്പുലർ ആണ് ഈ റീസെന്റ് ടൈമിലാണ്. പക്ഷേ ഈ സാധനത്തിന് അൺഹെൽത്തി ആവാനുള്ള മെയിൻ റീസൺ ഇത് അഫോർഡബിൾ ആയിട്ട് കൊടുക്കുമ്പോഴാണ്. ഈ സാധനം അഫോർഡബിൾ ആയിട്ട് കൊടുക്കുമ്പോൾ അത്രയും പോലെ അതിൽ ഒരു മാക്സിമം എത്ര നമുക്ക് പ്രൈസ് അഫോർഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഹ്യൂജ് വോളിയം ചെയ്യാതെ നമുക്കൊരു റെസ്റ്റോറൻറ്റ് ഇത്ര പ്രൈസ് കുറച്ചുകൊണ്ട് കൊടുക്കാൻ വേണ്ടി പറ്റില്ല. അതെ അത് ഓരോ അതിൽ നമുക്ക് അതിലൊരു 110% കോൺഫിഡൻസ് ആണ്. ഡേ 1 മുതൽ നമ്മൾ ഈ കറണ്ട് ഡേ വരെ നമ്മളെ ക്വാളിറ്റിയിൽ നമ്മളൊരു കോംപ്രമൈസ് നമ്മൾ ചെയ്തിട്ടില്ല. എന്താണോ നമ്മൾ ഫസ്റ്റ് ഡേ കൊടുത്തത് ആ സെയിം സാധനം തന്നെ ഇന്ന് 2025 ഇതേ മന്ത് നവംബർ അല്ലേ, ഈ മന്ത് വരെ നമുക്കത് നമ്മൾ ഫോളോ ചെയ്തിട്ടുണ്ട്. ആ ക്വാളിറ്റിയിൽ നമ്മളൊരു കോംപ്രമൈസ് എന്ന് പറഞ്ഞ സാധനം നമ്മൾ ചെയ്തിട്ടില്ല. അത് ഈവൻ നമുക്ക് നല്ല സ്ട്രഗ്ലിങ് ചെയ്ത ടൈം വന്നിട്ടുണ്ട്, ലോസിൽ വന്ന മന്തുകൾ വന്നിട്ടുണ്ട്. പക്ഷേ അപ്പോഴും നമ്മൾ ആ ഒരു സംഭവം നമുക്ക് ഈവൻ ഓരോ ഇൻഗ്രീഡിയൻ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈവൻ നമുക്കിവിടെ കുക്കുംബർ ഇല്ല, അതിൽ നമുക്ക് ഇവിടെ നോർമൽ കുക്കുംബർ വരുന്നുണ്ട്, നല്ല ക്വാളിറ്റി ആയിട്ടുള്ള സാധനം ഈ കിയാർ എന്ന് പറയുന്ന ഒരു ഇത് വരുന്നുണ്ട്. അത് ഈ പറഞ്ഞ പോലെ ഡേ 1 മുതൽ ഈ ഡേ വരെ നമ്മൾ അത് മാത്രമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അത് ക്വാളിറ്റി നമുക്ക് അഷ്യൂർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. ഇന്ന് ആ സാധനമൊക്കെ മാറ്റി കഴിഞ്ഞാൽ വലിയ ടേസ്റ്റിന് മാത്രമേ വ്യത്യാസം ഉണ്ടാവും, ആളുകൾക്ക് അത് ഫീൽ ചെയ്യൂല. പക്ഷെ നമ്മളെന്താണ് കൊടുക്കുന്ന സാധനം കറക്റ്റ് ആ ഒരു
ആ ഒരു ക്വാളിറ്റി, ആ ഒരു ഒതന്റിസിറ്റിയിൽ സാധനം കൊടുക്കാന്നില്ലാണ്. അത് നമ്മൾ 100% അതിൽ ഞാൻ പറയാറ്. അതായത് നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ഈ ഹിന്ദു മതത്തിൽ പറഞ്ഞ സംഭവമാണ്, ഒരാൾക്ക് സ്വർഗം കിട്ടാനുള്ള അവസാനത്തെ വഴി ഭക്ഷണം കൊടുക്കുക എന്നുള്ളതാണ്. കൊടുത്തില്ലെങ്കിലും ഭക്ഷണത്തിന് വഴി കാണിച്ചു കൊടുത്താൽ മതി. അപ്പൊ അങ്ങനത്തെ ഒരു ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരെ നമ്മളെ കസ്റ്റമറോട് നീതി പുലർത്തിയില്ലെങ്കിൽ ഇവിടെ അല്ലെങ്കിൽ നമ്മൾ വേറെ സ്ഥലത്ത് ഉത്തരം പറയും. അപ്പൊ കോഴിക്കോടുകാർക്ക് ഇപ്പൊ എറണാകുളത്തൊരു കാലിക്കറ്റ് ഇപ്പോൾ 5ാമത്തെ വർഷമാണ്. 21 സ്റ്റാർട്ട് ചെയ്ത് എറണാകുളത്ത് 23 സ്റ്റാർട്ട് ചെയ്യുന്നത്. 2ാമത്തെ വർഷമാണ്. അപ്പൊ ഞാൻ ചോദിക്കണത് വെച്ചാല് കോഴിക്കോടും എറണാകുളം മാത്രം ടേസ്റ്റ് ചെയ്താൽ മതി പോളണ്ടിന്റെ രുചി, അല്ല നമുക്ക് ഓൾ ഓവർ കേരള, ഓൾ ഓവർ ഇന്ത്യ നമ്മളത് കൊടുക്കണ്ടേ? അതെ തീർച്ചയായിട്ടും. നമുക്ക് ആ ഒരു നമ്മൾ മുന്നേ നമുക്ക് ഇതുപോലെ ഒരു എൻക്വയറീസ് വന്നിട്ടുണ്ടായിരുന്നു. അത് എന്താ വെച്ചാൽ നമ്മൾ ഈ ഒരു ഫുഡിന്റെ ഈ ഒരു സെയിം രീതിയിൽ കൊടുക്കാൻ പറ്റുമോ എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ്. അപ്പൊ അതിന്റെ റിസർച്ചും കാര്യങ്ങളും അതെ എല്ലാം സെറ്റായി. അപ്പൊ അതുകൊണ്ടാണ് ഇത്ര ഡിലേ വന്നത്. നമുക്കിത് ഒരാള് നമ്മളൊരു ഫ്രാഞ്ചൈസി എടുക്കുകയാണെങ്കിൽ അയാൾക്ക് ഇത് പ്രോഫിറ്റബിളും ആവണം, നല്ല രീതിയിൽ സസ്റ്റെയിൻ ചെയ്ത് പോവും വേണം. കസ്റ്റമേഴ്സിന്റെ ഈ നമുക്ക് ഇവിടെ കിട്ടണം അതേ ഫീഡ്ബാക്ക് അവിടെയും കിട്ടണം. അപ്പോഴേ നമ്മളൊരു ബ്രാൻഡിന് നിലനിൽക്കുള്ളൂ. അപ്പോൾ അതിൻ്റെ എല്ലാ പ്രൊസീജിയേഴ്സും കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ ഇനി ഇതേപോലെ നല്ല സിറ്റീസുകൾക്ക് ഇതേപോലെ Tier 1, Tier 2 സിറ്റീസ് ആണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. അവിടെ ആകുമ്പോൾ ഒന്നും കൂടി നമ്മൾ ഒക്കെ ഒരു ടേക്ക് അവേ ഫുഡ് ഐറ്റംസ് ആണ് നമ്മളെത്താ. അതെ മിനി ക്യൂസ്, എക്സ്പ്രസ് കൗണ്ടേഴ്സ്, അതേപോലെ അതെ അവർക്ക് നല്ല രീതിയിൽ നമുക്ക് സപ്പോർട്ട് ചെയ്ത് കൊടുക്കാനും വേണ്ടി പറ്റും. നമ്മൾ അതിൻ്റെ റിസർച്ചും കാര്യങ്ങളിലായിരുന്നു ഇപ്പോൾ ഇത്രയും കാലം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇനി അങ്ങനെ ചെയ്യാനൊരു പ്ലാനാണ്. നല്ല രീതിയിൽ എല്ലാവർക്കും ഇത് ടേസ്റ്റ് ചെയ്യട്ടെ. ഇവിടെ നിങ്ങൾ പറഞ്ഞ പോലെ കോഴിക്കോടും കൊച്ചിക്കാരെല്ലാതെ എല്ലാവരും ടേസ്റ്റ് ചെയ്യട്ടെ എന്നില്ല. കേരളത്തിലല്ല ഇന്ത്യയിലല്ല എല്ലായിടത്തും പോളണ്ടിന്റെ ടേസ്റ്റ് എത്തട്ടെ. അതെ ഇങ്ങനെ ഉദാഹരണം പറയണെങ്കിൽ എല്ലായിടത്തും മലയാളികളുണ്ടല്ലോ, ഈ പോളണ്ടിന്റെ ഫുഡ് പോളണ്ടുകാരെ അറിഞ്ഞിട്ടല്ല മലയാളികൾ കൊണ്ടുവരുന്നല്ലോ അല്ലേ? അപ്പോഴാണ് നമുക്കൊരു പവർ. അതെ ആക്ച്വലി ഇത് ബെർലിനിലാണ് ഈ ഡോണർ കബാബ്സ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് വരുന്നത്. ഈ ടർക്കിഷ് ഇമിഗ്രൻസ് ബെർലിൻ പോയിട്ട് അവരാണിത് ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. പക്ഷേ യൂറോപ്പിൻ്റെ ഒരുവിധ എല്ലാ ഭാഗങ്ങളിലും ഈ ഒരു കബാബ്സ് ഭയങ്കര ഫേമസ് ആണ്. ഒന്നാമത് സ്ട്രീറ്റ് ഫുഡാണ്, പെട്ടെന്ന് കിട്ടും. നമ്മൾ ഓവർ റിസ്ക് എടുക്കേണ്ട ടൈം പെട്ടെന്ന് കൺസ്യൂം ചെയ്യാൻ പറ്റും, പെട്ടെന്ന് എവിടെ ട്രാവൽ ചെയ്തുകൊണ്ട് കഴിക്കാൻ വേണ്ടി പറ്റും. അങ്ങനത്തെ ഒക്കെ ഒരു ബെനിഫിറ്റ് ഉണ്ടാവുന്നത് ഇത്ര അങ്ങനെ സ്പ്രെഡ് ആയി പോയത്. ഏറ്റവും വലിയ ചാലഞ്ച് എന്താ വെച്ചാൽ ആൾക്കാരെ അവെയർ ചെയ്യാന്നുള്ളത്. അതെ അത് നമ്മൾ ഫസ്റ്റ് മുതലേ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇപ്പൊ റീസെന്റിലായിട്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ പുതിയ ആളുകൾക്ക് പെട്ടെന്ന് കൺഫ്യൂഷൻ വരാതിരിക്കാൻ നമ്മൾ ഈ കബാബ് എന്നുള്ള ഡോണർ കബാബ്, പോൾസ്കി ഡോണർ കബാബ് എന്നുള്ളതിലേക്ക് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒന്നുകൂടി ഒരു ക്ലാരിറ്റി കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. ആരാണ് ക്രിയേറ്റീവ് സൈഡ് ഹാൻഡിൽ ചെയ്യുന്ന ആള്? നിങ്ങള് പിന്നെ എല്ലാ ക്യാമ്പയിൻസും അടിപൊളിയാണ്. നിങ്ങള് ഹലോവിൻ മസ്റ്റ് ട്രൈ ആണ്. ഇത് ആക്ച്വലി നമ്മളോട് ഒരുപാട് ആളുകൾ ചോദിക്കുന്ന ചോദ്യമാണ്, ഇത് ആരാണ് ഈ ഒരു ഇതില്ല. പക്ഷെ ഇത് നമ്മളൊരു ലോഗോ ക്രിയേറ്റ് ചെയ്തത് ആക്ച്വലി പറയുകയാണെങ്കിൽ ഒരു പോളിഷ് ട്രഡീഷണൽ ഓൾഡ് മാൻ ആണ്. ഓക്കെ, അപ്പം നമ്മളൊരു കോൺസെപ്റ്റ് പോളണ്ടിൽ നമുക്ക് ഈ ഒരു സാധനം കിട്ടി, പോളണ്ടുമായി ബന്ധപ്പെട്ട് മറ്റേ ഇത് തന്നെ നമുക്ക് ഒരു ലോഗോ ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പം നമ്മളൊരു ടീമിനോട് ഇത് ലോഗോ ക്രിയേറ്റിംഗ് ടീം നമ്മളിങ്ങനെ ഐഡിയാസ് കാര്യങ്ങൾ പറഞ്ഞ് ഇങ്ങനെ പോളണ്ട് വന്ന ബ്രാൻഡാണ്, ഇങ്ങനെയാണ് നമ്മളെ ഫുഡ്. അപ്പോൾ അവർ നമുക്ക് ക്രിയേറ്റ് ചെയ്ത് തന്നൊരു ലോഗോ ആണിത്. അപ്പം നമുക്കിത് നല്ല ഇഷ്ടമായി. ഇത് ആക്ച്വലി അതെ നമുക്ക് വേണമെന്നുണ്ട്. ഇത് ആക്ച്വലി ഈ പോൾസ്കി എന്നുള്ള കറക്റ്റ് നമ്മളെ പോളണ്ടുകാര് നമ്മളെ ആക്ച്വലി മലയാളീസിനെ മല്ലൂസ് എന്ന് പറയുന്ന പോലെ നമ്മൾ ഈ ഫുട്ബോൾ മാച്ചൊക്കെ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും. അവിടെ പോൾസ്ക എന്ന് പറഞ്ഞിട്ട് ഓല് ചീറിയ ഓല് പോളണ്ട് എന്ന് പറയില്ല. അപ്പം ആ ഒരു പേരുന്നാണ് ശരിക്കും ഇത് പോൾസ്കി എന്നുള്ള ഈ സംഭവം നമ്മൾ വേർഡ് നമ്മൾ സെറ്റ് ചെയ്ത്. പക്ഷേ ഇതിനെന്താ വെച്ചാൽ ഇത് ആക്ച്വലി പോളണ്ടുമായി ബന്ധപ്പെട്ട സാധനമെന്ന് അറിയാത്ത ആളുകളുണ്ട്. ഇതൊരു പോൾസ്കി ഒരു പൊളി പേര് എന്നുള്ളൊരു കോൺസെപ്റ്റിൽ ആൾക്കാർ കാണുന്നുണ്ട്. അതെ അത് നമ്മളെ മൈൻഡിൽ എപ്പോഴും പോളന്നില്ല അവിടുന്ന് വന്ന പേര് എന്നില്ല മാത്രമേ കത്തുള്ളൂ. പുറത്തുനിന്ന് ഒരാൾ ഇതിങ്ങനെ പറയുമ്പോൾ ആ പേരിൽ ഇങ്ങനെ ഒരു സംഭവം കൂടി അതിൽ വരുന്നുണ്ട് എന്ന് പറയുമ്പോൾ അപ്പോഴാണ് നമ്മൾ അത് ചിന്തിക്കുന്നത്. പോളണ്ടേര് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് ഇയർ ഈ ടൈമിൽ തന്നെ മനോരമൻ്റെ ഒരു ഹോർത്തൂസ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമിന്. അന്ന് ഇവിടെ വന്നിട്ട് വമ്പം വിറ്റായി. അവര് നമ്മളെ രാജ്യസ്നേഹം വരികയെന്ന് അറിയില്ലേ, അതേപോലെ അവര് ഈ വരുന്ന സമയത്ത് നമ്മൾ ഈ ഫ്ലാഗ് ഒക്കെ ഉണ്ടല്ലോ അതിമൊക്കെ ഒന്ന് തൊട്ട് അവർക്ക് ഇഷ്ടമായി. അവിടെ അതെ അവര് വന്നിട്ട് നമ്മളെ കുറെ പ്രൊമോട്ട് ചെയ്തു. ഒരുപാട് പോളിഷേര് വന്നു
ഫുഡ് കഴിച്ചു, അതിൻ്റെ കുറച്ച് വീഡിയോസ് നമ്മൾ ചെയ്തു. അതുവരെ കൊച്ചിയിൽ പോയി, കൊച്ചിയിലെ ഔട്ട്ലെറ്റിൽ അവർ വീഡിയോസ് ചെയ്തിരുന്നു. ഫസ്റ്റ് നമ്മളെ ഷോപ്പ് റെക്കഗ്നൈസ് ചെയ്ത കപ്പിളാണ്. അപ്പോൾ അവർ അവിടെ നമ്മൾ താഴെ നിന്നിട്ടാണ് ഈ ഫോട്ടോ എടുക്കുന്നത്. ഇങ്ങനെ ഒരു പോളണ്ട് ഫുഡ് അല്ലെങ്കിൽ പോളിഷ് റെസ്റ്റോറൻറ്റ് ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞാണ്ട് ആളുകൾക്ക് ഷെയർ ചെയ്യുക. അതിന് ശേഷം ഒരുപാട് പോളിഷുകാർ നമ്മളെ റെക്കഗ്നൈസ് ചെയ്യും, ഒരുപാട് റിവ്യൂസ് ഇടുകയും അങ്ങോട്ട് വിസിറ്റ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ നമ്മളൊരു ഇഷ്ടമായൊരു സംഭവം എന്താ വെച്ചാൽ, ഇൻസ്റ്റഗ്രാമിൽ അവർ നമ്മളെ മോദി നിൽക്കുന്നതും അവിടെ പോളണ്ടിലെ ഒരു പ്രസിഡന്റ് നിൽക്കുന്നതും അവിടെ ഒരു ഫോട്ടോ ഷെയർ ചെയ്തു. പോളണ്ടിൽ ഇൻഡിസ് കബാബ് എന്ന് പറഞ്ഞിട്ട് ഇന്ത്യയിൽ പോൾസ്കി കബാബ് എന്ന് പറഞ്ഞിട്ട് 2 ഫോട്ടോ ഷെയർ ചെയ്തു, ഒരു മാപ്പും കാര്യങ്ങളൊക്കെ വെച്ചിട്ട്. അതൊക്കെ ഭയങ്കര നമുക്കൊരു ഗൂസ് പംപ്സ് വരുന്ന സംഭവമാണ്. നമുക്ക് ഇതാണ് നമ്മൾ ഡോണർ ഡാനിയ എന്ന് പറഞ്ഞ ഡിഷ്. ഇപ്പോൾ ഈ ഡിഷിൽ നമുക്ക് മീറ്റ് വരും, സാലഡ്സ് വരും, ഫ്രൈസ് വരും, പാസ്ത വരും, അതുപോലെ നമ്മുടെ സിഗ്നേച്ചർ സോസസ് വരും. പിന്നെ അതെ മക്രോണി പാസ്തയാണ് നമ്മൾ ഈ ഡാനിയൽ യൂസ് ചെയ്യുന്നത്. ഇതിൽ ഈ ഒരു ഗാർലിക് പേസ്റ്റ് ഇതേപോലെ ഈ ടേസ്റ്റ് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒന്നാണ്. അത് ഈ ചില്ലി ഫ്ലേക്സ് ഇതൊക്കെ നമ്മൾ ഈ ഒരു ഡിഷ് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ പോളണ്ടിൽ നമുക്കിത് സാധനം കാണാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ഇങ്ങനത്തെ ചെറിയ പൊടിക്കൈകൾ മാത്രമേ നമ്മൾ ഇവിടെ നമുക്ക് കൂടുതൽ അതെ 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 ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കി എങ്ങനെയുണ്ട് നമ്മളെ ഡിഷ് എങ്ങനെയാണെന്ന്. വെജീസ് നമ്മൾ റെഡ് ക്യാബേജ് വരും, കുക്കുംബർ, ടൊമാറ്റോ, അത് അങ്ങനെ ആയിട്ടാണ് വരുന്നത്. ഇതില് നമുക്ക് ഇങ്ങനെ അതെ അതെ ടേസ്റ്റ് ഭയങ്കര ഇതാണ്. അതെ 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 മറ്റേത് ഓർഡർ ഫ്രൈസ് പറയുമ്പോൾ സോസ് വളരെ കുറഞ്ഞ ചിക്കൻ മെയിനായിട്ട് ക്വാളിറ്റി തന്നെ. അവർ പറഞ്ഞല്ലോ ഫ്രഷ് മീറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ സോസ് യോഗോട്ട് യൂസ് ചെയ്തിട്ടുള്ള സോസാണ്, അത് തന്നെയാണ് ടേസ്റ്റ് ഡിഫറൻസ്. അപ്പോൾ ഈ ഓർഡർ ഫ്രൈസ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് മസ്റ്റ് ട്രൈ ആണ്. അതെ അതെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. 2 രീതിയിലുള്ള റെസ്റ്റോറൻറ്റ്സ് റൺ ചെയ്യാം. ഒന്ന് ഔട്ട് ഓഫ് പാഷൻ, ഒന്ന് ഫോർ പ്യൂർ ബിസിനസ്, അങ്ങനെ മാത്രം. പക്ഷെ എപ്പോഴും പാഷനായിട്ടുള്ള ആൾക്കാരെ ഫുഡ് ഭയങ്കര ടേസ്റ്റി ആയിരിക്കും. പക്ഷെ ബിസിനസ് മൈൻഡിലുള്ള ആൾക്കാർ ബിസിനസ് റൺ ആവും, പാഷനോട് ബിസിനസ് റൺ ആവും. ഇല്ല 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 അത് നമ്മൾ പഠിച്ച കാര്യമാണ്. ഇപ്പൊ പാഷനിന്റെ പുറത്താണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തെങ്കിലും അങ്ങനെ അത് മാത്രം നോക്കി നമ്മൾ ചെയ്യരുത് എന്നുള്ളൊരു പാഠം കൂടി നമ്മളിത് പഠിച്ചു. അതെ 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 നമ്മൾ ഈ വീഡിയോ കണ്ട ചിലപ്പോൾ ഒരുപാട് ബിസിനസ്സുകാർ വരും. ഇതേപോലെ ചിലപ്പോൾ വേറെ കൺട്രിയിലെ ഫുഡ് കൊണ്ടാണ് ആഗ്രഹിക്കുന്ന ആൾക്കാർ വരും. അവർ നമ്മൾ പറഞ്ഞു വെച്ചാൽ അട്ടർ ഗട്ട് നല്ല ഗട്ട്സ് വേണം. 2 ഇതേപോലെ നമ്മൾ മാറാൻ റെഡി വേണം. നമുക്ക് ഒരിക്കലും ബിസിനസിനോടോ ഫുഡിനോടോ ലവ് വരാൻ പാടില്ല. ലവ് വരുമ്പോൾ ബ്രേക്കപ്പ് വരും. അതുണ്ട്. നമ്മൾ പിന്നെ അതേപോലെ നമ്മളെ കസ്റ്റമറെ കറക്റ്റ് ഐഡന്റിഫൈ ചെയ്യണം, ആരാണ് നമ്മളെ കസ്റ്റമർ എന്ന്. അപ്പം നമ്മൾ അതിനനുസരിച്ചുള്ള പ്രൊപ്പോർഷനിൽ ഫുഡ് കോസ്റ്റും കാര്യങ്ങളും എല്ലാം കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിനനുസരിച്ച് പ്രൈസ് നമ്മൾ നോക്കിയിട്ടിടണം. നമ്മൾ ഒരിക്കലും ഒരാളെ കമ്പയർ ചെയ്തിട്ട് പ്രൈസ് ഇടരുത്. അത് നമുക്ക് സസ്റ്റെയിൻ ചെയ്യാൻ വേണ്ടി പോലെ നമ്മൾ നാളെ എത്ര കുറച്ച് പ്രൈസ് ഇട്ട് കഴിഞ്ഞാൽ ആളുകൾ നമ്മൾ ചൂസ് ചെയ്യുന്നില്ലത് അത് നമുക്ക് പറയാൻ പറ്റില്ല. ചൂസ് ചെയ്യാതിരിക്കാം, പക്ഷെ അത് ഡിപ്പെൻസ് ആണ്. ഇത് നമ്മളൊരു ആ ഒരു പാഷന്റെ പുറത്ത് ആ ഒരു ബിസിനസ്സും പാടത്തിൽ കൊടുന്നിട്ട് വേണം ഒരാൾ ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു പാഷന്റെ പുറത്ത് പാഷൻ ആളുകൾക്ക് ഇത് മാത്രം ചെയ്യാന്നില്ല രൂപത്തിൽ ഒരിക്കലും ഒരാൾ ചെയ്യരുത് എന്നില്ലേ ഞാൻ പറയുള്ളൂ. അതിന്റെ എക്സ്പീരിയൻസിൽ ഞാൻ പറയുന്നതാണ്. നിങ്ങളെ ഫുഡ് നൈസാണ്. നിങ്ങൾ പോളണ്ടിൽ പോയി എന്നൊക്കെ നിങ്ങൾ പറഞ്ഞു, അതൊക്കെ ഓക്കെ നമ്മൾ അംഗീകരിച്ചു. നിങ്ങളോട് ആരെ പിടിച്ചോടുന്നുണ്ട്? ആക്ച്വലി നമ്മൾ പിടിച്ചോടുന്നതല്ല, നമ്മളെ കൂടി നമ്മൾ ജോയിൻ ആയിട്ട് ചെയ്തതാണ്. അതെ അതെ അങ്ങനെയല്ല. അങ്ങനെ ഒരു ചെറിയ സ്റ്റോറി എന്താ വെച്ചാൽ നമ്മളെ ഫ്രണ്ടാണ്. ആക്ച്വലി നമ്മൾ മീറ്റ് ചെയ്യുന്നത് അവിടെ പോളണ്ടിൽ വെച്ചാണ് മീറ്റ് ചെയ്യുന്നത്. നാട്ടിൽ നിന്ന് യാതൊരുവിധ ബന്ധവും ഇല്ലാത്ത ആളുകളാണ്. പോളണ്ടിൽ നമ്മൾ റൂമിൽ അവിടെ എത്തി, പോളണ്ടിലെത്തി, അവിടെ നിന്നാണ് നമ്മൾ റൂമിൽ നിന്നാണ് മീറ്റ് ചെയ്യുന്നത്. അന്ന് നമുക്ക് ഇങ്ങനത്തെ ഒരു ബിസിനസ്സോ ഇങ്ങനെ കൊണ്ടുവരണം അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല. ഈ കബാബ്സ് നമ്മൾ ഇടയ്ക്ക് കഴിക്കാൻ വേണ്ടി പോകും, ഇതേപോലെ ഇഷ്ടമാണ്. ഞാൻ ഈവൻ അവിടെ എത്തുന്നത് ഒരു റംസാൻ്റെ ടൈമിലാണ്. അവിടെ ഈ സമയത്ത് ഒരു ദിവസം കബാബ് കഴിക്കാൻ വേണ്ടിയിട്ട് നോമ്പ് കട്ട് ചെയ്ത് പോയിട്ടുണ്ട് ഇതിൻ്റെ ടേസ്റ്റ് വേണ്ടിയിട്ട്. അത് അല്ല ഞാൻ ആക്ച്വലി ഉണ്ടായ സംഭവമാണ്. അപ്പം ഞാൻ ഒരു ദിവസം റൂമിൽ നിന്ന് ആരോടും പറയാതെ ഇതേപോലെ ഈ സാധനം ഇടയ്ക്ക് കഴിക്കാനില്ലാത്തവരോണ്ട് പോയത്. നമ്മളെ ചെന്ന ടൈമിൽ നല്ല ഇഷ്ടമായിരുന്നു. ജർമ്മൻ സിറ്റിസനോട്ട് അവനാണ് ഈ സാധനം ഇത് പാർട്ട്ണർഷിപ്പ് കൂടിയിട്ട് അവിടെ ഷോപ്പ് റൺ ചെയ്തത്. അപ്പോൾ അവനാണ് നമ്മളോട് ഡിസ്കസ് ചെയ്യുന്നത്. അവനറിയാം എനിക്ക് ഈ കബാബിനോടുള്ള ഇഷ്ടവും കാര്യങ്ങളും. അപ്പോൾ ഇത് ഇങ്ങനെ ഉണ്ട്, നമുക്കിങ്ങനെ നല്ല രീതിയിൽ റെസിപ്പിയും കാര്യങ്ങളൊക്കെ ചെയ്യാം, നല്ല രീതിയിൽ കൊടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞു അവിടെ അല്ല, നമുക്ക് നാട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം.
ആളുകൾക്ക് ഒന്നുകൂടി നാട്ടിലില്ലാത്തൊരു ടേസ്റ്റ് എക്സ്പീരിയൻസ് ഞാൻ കൊടുക്കാം. അപ്പോൾ അങ്ങനെ ഒരു ഇതിൻ്റെ പുറത്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്തതാണ്. അങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഇതേപോലെ സ്റ്റാർട്ടിങ് തന്നെ നമ്മൾ ട്രേഡ് മാർക്ക് രജിസ്റ്റർ ചെയ്തു, നമ്മൾ LLP രജിസ്റ്റർ ചെയ്തു. അതിൻ്റെ അണ്ടറിലാണ് ഇതെല്ലാം രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണ് നമ്മൾ ഈ പോൾസ്കി എന്നുള്ള പേരിലോട്ട് വരുന്നതും ഈ സാധനം ഇവിടെ ഓപ്പൺ ആക്കുന്നതും. അപ്പോൾ അത് നമ്മൾ ജോയിൻ ആയിട്ട് നിങ്ങൾ പറഞ്ഞ പോലെ പിടിച്ചുകൊണ്ടല്ലാതെ നമ്മൾ കൂട്ടം കൂടി ജോയിൻ ആയിട്ട് സ്റ്റാർട്ട് ചെയ്തൊരു വെഞ്ചറാണ് പോൾസ്കി കബാബ്. Anyhow, this was really a wonderful session. താങ്ക് യു. ഇത് ഒരുപാട് ആൾക്കാർ ഉപകാരപ്പെടട്ടെ, നമ്മളെ ആവശ്യമാണ്. അതെ ഉപകാരപ്പെടണം എന്നുള്ളതാണ് നമ്മുടെ വീഡിയോസ് കൊണ്ട്. കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും ഈ രുചി അറിയാൻ പറ്റട്ടെ, ഒരുപാട് സ്ഥാപനങ്ങൾ വന്നാൻ പറ്റട്ടെ. അതെ, കേരളത്തിൽ മാത്രമല്ല, കേരളത്തിന് പുറത്തും.